സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് നമ്മൾ കുറച്ച് ഇല്ലസ്ട്രേഷൻ ടിപ്സാണ് ഞാൻ പറയാൻ പോണത്. സോ ഇത് അതിൻ്റെ ഒരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ ആൻഡ് സീ വാട്ട് എൽസ് ടിപ്സ് ആർ ദെയർ. ഈ ഐഡിയയും കൺസെപ്റ്റ് എങ്ങനെയാണ് എന്താന്നുള്ളത് ആദ്യം നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് യു നോ ഫൈൻഡ് എ തീം or a shape or a color, and then from there you start categorizing what this color allengi what this shape allengi what this theme is interpreting from your way. നമ്മൾ പല വേസ് ഇപ്പോൾ തീം തന്നെ ട്രഡീഷണൽ തീം എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സേ സപ്പോസ് ഒരു വിളക്ക് എടുക്കുകയാണെങ്കിൽ ഈ വിളക്ക് ഒന്നെങ്കിൽ ഈ വിളക്കിനെ നമ്മൾ ഡയറക്റ്റ് ഇലസ്ട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വിളക്ക് ഇറ്റ് ഈസ് കെപ്റ്റ് സംവെയർ. ഒന്നെങ്കിൽ ഇത് കബോർഡിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കബോർഡും വിളക്കും വരയ്ക്കണം, എന്നാലേ വാട്ട് എവർ യുവർ ഇൻ്റർപ്രറ്റിങ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. മേ ബി ഒരു വിളക്ക് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വിളക്ക് അത് തലേ ദിവസം ആണത്. അപ്പോൾ രാവിലെ എണീറ്റ് ഇനി അത് ക്ലീൻ ചെയ്തിട്ട് വേണം അത് പുതിയ വിളക്ക് വയ്ക്കാൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ഇലസ്ട്രേഷൻ? ഇറ്റ് വിൽ ബി ലൈക്ക് ആ ബ്ലാക്ക് ഇതൊക്കെ കാണും ഇതുമ്മേ, ആ വിളക്കുമ്മേ അല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ വിഷ്വലി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ദ തീം. അപ്പോൾ ഇങ്ങനെ ഒരു തീം ആകുമ്പോൾ വെൻ യു ഡ്രോയിങ് ദാറ്റ് ആൻഡ് വൺസ് യു സീ ദാറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ദിസ് ഇസ് ദ സീൻ, ഓക്കെ ഈ ഒരു സീനാണ്. ഇനി ഞാൻ എങ്ങനെ അത് വരയ്ക്കും, ഏതൊരു യു ക്യാൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൂൾസ് എടുക്കുക. ഏതൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏതർ യുവർ ജസ്റ്റ് ഡ്രോയിങ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെങ്കിൽ വെറുതെ പെൻസിൽ സ്കെച്ച് ആണെങ്കിൽ പെൻസിലും റബ്ബറും മതി. അല്ല നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറ് ഏത് കളേഴ്സാണ് എടുക്കണേ? ക്രയോൺ ആണോ എടുക്കണേ? സ്കെച്ച് പെൻ ആണോ എടുക്കണേ? വാട്ടർ കളർ ആണോ എടുക്കണേ? അക്ലറിക് ആണോ എടുക്കണേ? ഓയിൽ പെയിൻ്റ് ആണോ എടുക്കണേ? ചോക്ക് പാസ്റ്റൽസ് ആണോ എടുക്കണേ? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. Okay, once you choose that, okay, you take a paper, start sketching out illustration what is there in your mind. അപ്പോൾ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ആദ്യം ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വിളക്ക് അല്ലേ. അപ്പോൾ ഈ വിളക്ക് നമ്മൾ തലേ ദിവസം രാത്രി വരെ അതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ രാവിലെ വരെ തിരി കെട്ടി വെച്ചാൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുമെങ്കിലും ഒരു കറുത്തൊരു ഇതൊക്കെ കാണും, മെഴുക് പോലെ കാണും നമ്മളതുമ്മേ. അപ്പം അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഇല്ലേ. ക്ലീൻ ചെയ്തിട്ട് പുതിയൊരു വിളക്കായിട്ട് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പം യു ഹാവ് ടു ഷോ ഏതർ ബോത്ത് ടുഗെദർ ലൈക്ക് ടു സീൻസ്, നൈറ്റ് ആൻഡ് മോർണിംഗ്, ഡേ ആൻഡ് നൈറ്റ് എന്നുള്ള പോലെ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു പേജിൽ തന്നെ രണ്ട് ഇതായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ല ഒരു വിളക്ക് തന്നെ ജസ്റ്റ് ഒരു വിളക്ക് റൈറ്റ് ബിഫോർ ദ സൺറൈസ്. അപ്പോൾ സൺറൈസിൻ്റെ അടുത്ത് വെക്കാം ഈ ഒരു വിളക്ക്. ഓക്കെ, ആ ഒന്നെങ്കിൽ വിൻഡോൻ്റെ അടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കബേർഡ് വെയർ സൺ റേസ് ആർ കമ്മിങ് ആൻഡ് ഇറ്റ് ഈസ് it is raises on the വിളക്ക് അങ്ങനെ. അപ്പം ഇതൊരു കുറച്ചൊരു ട്രിക്സ് യൂസ് ചെയ്യണം നമ്മൾ. ട്രിക്സ് മനസ്സിൽ മാത്രമല്ല, നമുക്ക് വിഷ്വലി അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ പേപ്പറിൽ സ്കെച്ച് ചെയ്യാം. ഈ സ്കെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷെയ്ഡ് കാണിക്കാൻ പറ്റും, ചിലപ്പോൾ ഷെയ്ഡ് കാണിക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് ലൈൻ ഡ്രോ ഇല്ലസ്ട്രേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് റേസ് മാത്രം ഹിറ്റ് ചെയ്യണ പോലത്തെ ഇഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ്
കാര്യമാണ്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു വാട്ടർ കളർ എടുക്കുകയാണെങ്കിൽ വാട്ടർ കളറിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഡൈല്യൂട്ട്സ് എവറിത്തിങ്. വാട്ട് എവർ കളർ യു പുട്ടിങ് ഇറ്റ് ഡൈല്യൂട്ട്സ്. അങ്ങോട്ട് വെള്ളമായിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ ഈ വെള്ളമായിട്ട് പോകുമ്പോൾ മെയിൻ തിങ് ഇസ് ദാറ്റ് യു കാൺ ഗിവ് എ ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ വാട്ട് എവർ യു പുട്ടിങ് അതൊരു ഷെയ്ഡായിട്ട് വരുത്തണം. അതാണ് വാട്ടർ കളറിൻ്റെ ഒരു ഇഫക്റ്റ്. നേരെ മറിച്ച് അക്ലറിക് ആണെങ്കിൽ യു ക്യാൻ പുട്ട് എ ഷെയ്ഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. യു ക്യാൻ പുട്ട് എ വൈറ്റ് പെയിൻറ്റ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഗിവ് എ ഹൈലൈറ്റ്. നേരെ മറിച്ച് വാട്ടർ കളറിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ദർ ഇസ് നോ വൈറ്റ് പെയിൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈച്ച് ഇലസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പം ഈ ഒരു കൺസെപ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. സോ ഡു വാച്ച് ദ വീഡിയോ ആൻഡ് ട്രൈ ഔട്ട് ദിസ്. ബൈ. ഇതൊരു ഇലസ്ട്രേഷൻ ഞാൻ ചെയ്തതാണ്. ആദ്യം ഞാൻ ഒരു ഇമേജ് ഞാൻ കണ്ടെത്തി. ആ ഇമേജ് ബേസ് ചെയ്തിട്ടില്ലെങ്കിലും അതൊന്നൊരു ചെറിയ പോർഷൻ മാത്രം ഞാൻ ആ വിളക്കിൻ്റെ എടുത്തിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഷെയ്ഡ് കൊണ്ടുവന്നു. ഇത് ഡിജിറ്റലായ കാരണം നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് എടുത്ത് വെക്കാം. അല്ലാണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിജിറ്റലി ഇതിങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ വിളക്കിൻ്റെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിൽ പുറത്ത് വിളക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഇമേജ് അങ്ങനെയാക്കി ഞാൻ ആ ഇമേജ് അങ്ങനെയാക്കി. സോ ഹൗ ഇറ്റ് ലുക്ക്, how the feel of the വിളക്ക് would be, how the അന്തരീക്ഷം, the atmosphere would be. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഇലസ്ട്രേഷൻ, ഫൈനൽ ഇലസ്ട്രേഷൻ ഞാനിപ്പോൾ കാണിക്കണത്, ഇമേജ് കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് when you're doing an illustration. So I hope you like this video. Thank you for joining me into this Kutti Tips video.